40 വർഷത്തോളമായി തട്ടാമല മഹല്ലിലെ 27-ാം രാവിൽ മുത്തുമുഅ്മിനീങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നത് ദേവേന്ദ്രൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരനാണ്. കൊല്ലം ജില്ലയുടെ ഏതെങ്കിലും ഒരു മഹല്ലിൽ ഈ സന്തോഷം കാണുകയില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മഹല്ലിൽ ഞാൻ ഈ പറയാൻ പോകുന്ന സന്തോഷം കാണുകയില്ല. ഇതൊരു അവകാശവാദമല്ല. ഇന്ത്യയിൽ ഒരു പക്ഷേ ഒരു മഹല്ലിലും ഈ ഒരു തുടർച്ചയായ സന്തോഷം കാണാൻ ലഭ്യമല്ല എന്നത് ഒരു വസ്തുതയാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ 27-ാം രാവിന്റെ ഈ ബറക്കത്താക്കപ്പെട്ട മജ്‌ലിസിൽ നോമ്പ് തുറക്കാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ വിഭവ സമൃദ്ധമായ ഭക്ഷണ പാനീയങ്ങൾ, അൽഹംദുലില്ലാഹ്, ഇത് ഏത് കുടുംബത്തിൻ്റെതാണ്? ആ കുടുംബനാഥന്റെ പേരെന്താണെന്നറിയുമോ? ദേവേന്ദ്രൻ എന്നാണ്. ദേവേന്ദ്രൻ എന്ന് പേരുള്ള സഹോദരന്റെ കുടുംബമാണ് തെക്കൻ കേരളത്തിലെ തട്ടാമല, കൊല്ലം ജില്ലയിലെ തട്ടാമല മഹല്ലിൽ അൽഹംദുലില്ലാഹ് ലോകത്തിന് മാതൃകയാക്കിക്കൊണ്ട്, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. നമ്മൾ ഈ കാണുന്നു പറയുന്നൊന്നുമല്ല, യഥാർത്ഥ കേരള സ്റ്റോറിയാണ്. ഈ ഏറ്റവും മനോഹരമായ നിമിഷത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഇത് ഈ വർഷം ദേവേന്ദ്രൻ സ്റ്റാർട്ട് ചെയ്ത കാര്യമല്ല. കഴിഞ്ഞ വർഷം 27-ന്റെ കാര്യം ഏറ്റെടുത്തതല്ല. 40 വർഷത്തോളമായി, ഞാൻ അതാ പറഞ്ഞത്, ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനെ ഒരു ചരിത്രം കാണൂല. 40 വർഷത്തോളമായി തട്ടാമല മഹല്ലിലെ 27-ാം രാവിൽ മുത്തുമുഅ്മിനീങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നത് ദേവേന്ദ്രൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം അടുത്തൊരു ബിസിനസ് നടത്തുന്ന സഹോദരനാണ്. 10 മുമ്പ് അദ്ദേഹം ഈ സുഹൃതം ചെയ്യുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കണം, ആ പ്രിയപ്പെട്ട സഹോദരൻ ഏറ്റെടുത്തത് പടച്ച തമ്പുരാനോട്. അദ്ദേഹം അല്പം മുമ്പും എന്നോട് പറഞ്ഞു, ദൈവം തമ്പുരാനാണ് എന്നെ ഈ സുഹൃതത്തിന് നിയോഗമാക്കിയത്, ഈ തട്ടാമലയോട് എന്നെ ചേർത്ത് നിർത്തിയത്. ഇതൊരു വലിയ ചരിത്രമാണ്. ഇന്നത്തെ മനോഹരമായ മുഹൂർത്തത്തിൽ അൽഹംദുലില്ലാഹ് നാം ഈ ഒരു വലിയ സന്തോഷം പങ്കിടുകയാണ്. വാസ്തവത്തിൽ 37-38 വർഷമായി ഈ വിഷയം പുറം ലോകം തന്നെ അറിയില്ല. അദ്ദേഹം മറ്റൊരാളിനെ കാണിക്കാനോ പ്രശംസയ്ക്കോ ഒന്നും പാത്രമായിട്ട് ചെയ്തതല്ല. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ അത്ഭുതം പറഞ്ഞിട്ട് മാഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ അത് പറയുകയും സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാവുകയും അത്രയും വലിയ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ്, ഒരു വേളയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതെന്നും വളരെ സന്തോഷത്തോടെ മനസ്സിൽ സൂക്ഷിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരൻ എല്ലാവിധമായ ആയുരാരോഗ്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ മനസ്സ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.